ഇനി നമുക്ക് ഒരു എക്സാം പാഡ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതൊരു മിനി വേർഷൻ ഓഫ് എക്സാം പാഡ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കുറച്ചും കൂടി വലുതാക്കി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിയൽ എക്സാം പാഡായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ആരും തന്നെ പറഞ്ഞില്ല ഇതിൻ്റെ ഫുൾ വീഡിയോ വേണമെന്ന്. എന്തായാലും വീഡിയോ എടുത്തല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ ഇടുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് ഫുള്ള് കവർ ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ കവർ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ പെയിൻറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ബട്ട് ക്രിഡൈൽസ് നമ്മളിലുണ്ടല്ലോ, അതുകൊണ്ട് അത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി പെയിൻറ്റ് ചെയ്ത് കുളവാക്കണ്ടെന്ന് വിചാരിച്ചിട്ടും കൂടിയാണ്. പിന്നെ എൻ്റെ കയ്യിൽ പിങ്ക് കളർ മാർക്കർ ഉണ്ടായിരുന്നുള്ളൂ. സ്കെച്ച് ആണെങ്കിൽ അത് അത്ര റെഡിയാവില്ല. അതുകൊണ്ട് ഞാൻ ഈ മാർക്കർ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തത്. ഇത് ഒരു ഹൈലൈറ്ററാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ചെയ്ത് കൊടുത്തു. പിന്നെ ഇതാ ഇതുപോലത്തെ ഒരു ഡിസൈനും കൂടെ വരച്ചെടുത്തു കേട്ടോ. ഈ ഒരു ഡിസൈന് ശരിക്കും പെയിൻറ്റ് വെച്ചിട്ടായിരുന്നു ചെയ്യേണ്ടത്. പക്ഷേ പെയിൻറ്റ് ഇനി പോയി എടുത്ത് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ മാർക്കർ വെച്ച് തന്നെ അങ്ങ് ചെയ്തു. പിന്നെ ഒരാൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു പോക്കിമോൻ സ്കുഷി ഉണ്ടാക്കുമെന്ന്. എൻ്റെ ഒരു സെലോ ടേപ്പ് തീർന്നിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഉണ്ടാക്കാം. പിന്നെ ഇതുപോലെ ഒരു ക്ലിപ്പ് ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ ഇത് ക്ലിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ക്യൂട്ട് ക്ലിപ്പ്, അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ അതുണ്ടാക്കാൻ ശ്രമിച്ചതാണ്. കുറച്ച് ഫ്ലോപ്പായിട്ടുണ്ട്, ആദ്യമായിട്ട് ഉണ്ടാക്കണതുകൊണ്ടാണല്ലോ. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട, ഇതിൻ്റെ ബുഷാണ്, റബ്ബർ ബാൻഡ് കാണാത്തതുകൊണ്ട് അത് വെച്ച് ചെയ്തതാണ്. പിന്നെ ഒരു സ്റ്റിക്കർ അതിൻ്റെ മേലേക്ക് ഒട്ടിച്ചു കൊടുത്തു. സംഭവം വളരെ സക്സസ് ആണ് കേട്ടോ. ആദ്യം തന്നെ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ഫ്ലോപ്പായിട്ടുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. അപ്പം അതിനുശേഷം ഞാനിതൊന്ന് സെറ്റ് ചെയ്തെടുത്തു. പിന്നെ നമ്മുടെ കുറച്ച് പേപ്പേഴ്സൊക്കെ വെച്ചത് ഞാൻ ഒരു എന്താ പറയുക, ഒരു ബ്യൂട്ടിക്ക് വേണ്ടി വെച്ചതാണ് ഈ ഒരു കളർ പേപ്പർ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഈ കളർ പേപ്പർ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വൈറ്റ് പേപ്പറും കൂടെ ഒന്ന് വെച്ച് നോക്കാൻ തോന്നി. അപ്പോൾ അടിപൊളിയാണ് സംഭവം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം. ബൈ.